11ാമത് ലോക സർക്കാർ ഉച്ചകോടിക്ക് ദുബായിൽ തുടക്കമായി. UAE മന്ത്രിസഭാ കാര്യമന്ത്രിയും സമ്മറ്റിന്റെ ചെയർമാനുമായ മുഹമ്മദ് അൽ ഖർഗാവി ആമുഖ ഭാഷണം നടത്തി. ലോകം യോജിപ്പോടെ മുന്നോട്ടു പോകാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 120 രാജ്യങ്ങളിലെ സർക്കാർ പ്രതിനിധികളും 25 രാഷ്ട്ര നേതാക്കളും പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ ഇത്തവണ ഇന്ത്യ, ഖത്തർ, തുർക്കിയ എന്നിവ അതിഥി രാജ്യങ്ങളാണ്. 85 അന്താരാഷ്ട്ര പ്രാദേശിക കൂട്ടായ്മകളും ഉച്ചകോടിയുടെ ഭാഗമാണ്. 110 സംവാദങ്ങൾ, 200 ആഗോള പ്രഭാഷകരുടെ സംസാരങ്ങൾ, 300 മന്ത്രിമാരുടെ പങ്കാളിത്തം, 4000 പ്രതിനിധികൾ എന്നിങ്ങനെ വിപുലമായ രീതിയിലാണ് ഉച്ചകോടി ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബോളിവുഡ് താരം ഷാരൂഖ് ഖാനും ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. ഇരുവരും ബുധനാഴ്ചയാണ് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുക. ഉദ്ഘാടന ദിവസമായ ഇന്ന് ഉച്ചകോടിയിൽ സംസാരിച്ച ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദാനോം ഗബ്രിയേസസ് മഹാമാരികളെ നേരിടാൻ അന്താരാഷ്ട്ര ഉടമ്പടി വേണമെന്ന് ആവശ്യപ്പെട്ടു. 2018 ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്ത് ലോകം ഒരു മഹാമാരിയെ നേരിടാൻ സന്നദ്ധമായിട്ടില്ലെന്ന് താൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി അദ്ദേഹം അനുസ്മരിച്ചു. 2 വർഷത്തിനുള്ളിൽ മഹാമാരി പിടികൂടി ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയും സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. കോവിഡാനന്തരം വീണ്ടും ഇതേ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ മഹാമാരിയെ നേരിടാൻ ലോകം ഇനിയും ഒരുങ്ങിയിട്ടില്ലെന്ന് പറയാനാകുമെന്നും ഗബ്രിയേസസ് പറഞ്ഞു. അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അല്ലാത്തപക്ഷം അടുത്ത തവണയും നാം അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മീഡിയ 1 ദുബൈ.